ഡോക്ടർ നിജി ജസ്റ്റിൻ എന്ന ഞാൻ നിയമോത്സവം നടപ്പാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷന്റെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. എന്തായാലും ഏറെ വിവാദങ്ങൾക്ക് ഒടുവിലാണ് നിജിയുടെ ഈ നിയമനം എത്തുന്നത്. ഇപ്പോൾ തന്നെ ലാലി ജെയിംസ് അതിൻ്റെ കലാപക്കൊടി ഉയർത്തിക്കഴിഞ്ഞു. നിജിയെ കെട്ടിയിറക്കിയത് എന്ന ആരോപണം ഉന്നയിച്ചതിന് എന്തായാലും അതേ തരത്തിലുള്ള ഒരു മറുപടിയല്ല നിജി നൽകിയത്. 27 വർഷമായി താൻ ഈ പാർട്ടിയിൽ ഉണ്ട്, പാർട്ടിയിൽ സ്ഥാനങ്ങളും അധികാരങ്ങളുമൊക്കെ വന്നും പോയും കൊണ്ടിരിക്കും, പക്ഷേ താൻ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നയാളാണ്, ഇതിനൊക്കെ മറുപടി പറയേണ്ടത് നേതൃത്വമാണ് എന്ന് പറയുന്നു. എന്തായാലും വലിയ തരത്തിൽ കലാപമുണ്ടായ ഒരു പശ്ചാത്തലം കോൺഗ്രസിൽ ഉണ്ട്. അത് ഏത് രീതിയിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും എന്നതാണ് ഇനി അറിയേണ്ടത്. പക്ഷേ വോട്ടുകൾ കൃത്യമായി തന്നെ നിജി ജസ്റ്റിൻ്റെ പെട്ടിയിലേക്ക് വോട്ടുകൾ കൃത്യമായി വീണു. എന്തായാലും ഈ വിവാദങ്ങളൊന്നും വോട്ടെടുപ്പിനെ കാര്യമായി ബാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിജിക്ക് 35 വോട്ടുകളാണ് ലഭിച്ചത്. LDFിൻ്റെ ഭാഗമായി മത്സരിച്ച ML റോസിക്ക് 13 വോട്ട്, പൂർണിമ സുരേഷ് BJPയുടെ ഭാഗമായും മത്സരിച്ചു. എന്തായാലും ആ തരത്തിലാണ് വോട്ടിംഗ് ഉള്ളത്. നിജിക്ക് 35 വോട്ടുകൾ നേടി ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശ്ശൂർ നഗരത്തിലെ പ്രമുഖയായ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. ആ അർത്ഥത്തിൽ അവർക്ക് ഒരുപാട് പിന്തുണയുള്ള ആളുകൾക്ക് ഒരുപാട് അറിയാവുന്ന തരത്തിൽ ഇടപെട്ട ഒരു ഡോക്ടർ എന്ന നിലയിൽ മാത്രമല്ല, വർഷങ്ങളായി 27 വർഷത്തോളം കോൺഗ്രസിൻ്റെ പ്രവർത്തക എന്ന തരത്തിൽ കൂടി ഉള്ള അംഗീകാരമാണ് ഏറ്റവും ഒടുവിൽ പാർട്ടി അവരെ ഒരു മേയറായി തന്നെ ചുമതല ഏൽപ്പിക്കുന്നത്. എന്തായാലും സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം ഈ അധികാരത്തിലേക്ക് ആര് വരണം എന്ന തരത്തിൽ നേരത്തെ വിവിധ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ കൊല്ലത്തും അതോടൊപ്പം തിരുവനന്തപുരത്തുമൊക്കെ മേയർമാരെ നിശ്ചയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ UDF നേരിട്ടതെങ്കിൽ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ മേയർമാരെ നിശ്ചയിച്ചിരുന്നില്ല. അത് തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് കണ്ട് തന്നെയാണ് മേയറെ നിശ്ചയിക്കാതെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ചർച്ചയാണ്, ഗ്രൂപ്പ് പോരിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ. എന്തായാലും ഏറ്റവും ഒടുവിൽ നിജി ജസ്റ്റിൻ 35 വോട്ടുകളോടെ തൃശ്ശൂർ കോർപ്പറേഷന്റെ മേയറായി അധികാരമേറ്റിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലാണ് നമ്മൾ കാണാനിരിക്കുന്നത്. കാരണം പരസ്യമായി പോര് നടത്തിയ ലാലി ജെയിംസ് ഈ അർത്ഥത്തിൽ ലാലി ജെയിംസിന്റെ ഇടപെടൽ ഇനി എതിര രീതിയിലായിരിക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതോടൊപ്പം അവിടെയുള്ള ജില്ലാ നേതാക്കളെയും സംസ്ഥാന നേതാക്കളെയും അഖിലേന്ത്യാ തലത്തിൽ തന്നെയുള്ള നേതാക്കളെ തന്നെ വിമർശിച്ച ലാലി ജെയിംസിനെതിരെ ഏത് തരത്തിൽ നടപടിയെടുക്കും എന്നതും കണ്ടറിയണം. ലെവിൻ കെ വിജയൻ ചേരുകയാണ് അവിടുന്ന്. ലെവിൻ, വോട്ടെടുപ്പ് ഏത് രീതിയിലായിരുന്നു? കൃത്യമായി തന്നെ UDFിന്റെ വോട്ടുകളെല്ലാം വീണോ? അധികം ചൊല്ലി അധികാരമേറ്റു. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂരിന്റെ പുതിയ നഗര അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആവേശകരമായ തെരഞ്ഞെടുപ്പിന് ശേഷം വിവാദങ്ങൾക്കൊടുവിലാണ് മേയർ സ്ഥാനത്തേക്ക് നിജി ജസ്റ്റിൻ എത്തപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാം. വോട്ടെടുപ്പിൽ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. 2 വിമത സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് വിമതരായി വിജയിച്ച 2 പേർ കൂടി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു. കക്ഷിനിരയുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ എല്ലാ മുന്നണികളും ഉറപ്പിച്ചിട്ടുണ്ട്. 2 വിമതരുടെ പിന്തുണ കോൺഗ്രസിന് അധികമായി ലഭിച്ചു. അങ്ങനെ വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ വന്ന ഫലപ്രഖ്യാപനത്തിൽ ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശ്ശൂരിൻ്റെ പുതിയ മേയർക്ക് 35 വോട്ടാണ് കിട്ടിയത്. വിമത സ്ഥാനാർത്ഥികളായിട്ടുള്ള ഷോമി ഫ്രാൻസിസും കുട്ടി റാഫിയും കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തതോടുകൂടിയാണ് 33-നൊപ്പം 2 അധിക വോട്ടുകൾ കൂടി ചേർന്ന് 35 വോട്ടുകളായി നിജി ജസ്റ്റിന് തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായത്. LDFിൻ്റെ മുതിർന്ന കൗൺസിലറും CPM സ്വതന്ത്രയുമായി മത്സരിച്ച ML റോസിയായിരുന്നു മേയർ സ്ഥാനം
സ്ഥാനത്തേക്ക് LDF-ന്റെ ഭാഗത്തു നിന്നും മത്സരിച്ചത് 13 വോട്ടുകൾ. LDF-ന് ഈ കൗൺസിലിലുള്ള മുഴുവൻ വോട്ടുകളും ഉറപ്പിച്ചുകൊണ്ട് ML റോസി രണ്ടാമതെത്തി 13 വോട്ടുകളാണ് നേടിയത്. BJP-യുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നഗരസഭാ കൗൺസിലറായിട്ടുള്ള പൂർണിമ സുരേഷാണ് NDA-യുടെ ഭാഗമായി മത്സരിച്ചത്. NDA-യുടെ BJP 8 അംഗങ്ങളാണ് തൃശൂർ കോർപ്പറേഷനിൽ ജയിച്ച 8 വോട്ടുകളും പൂർണിമ സുരേഷിനും ഉറപ്പിക്കാനായി. അല്പസമയങ്ങൾക്ക് മുൻപ് സത്യവാചകം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മേയർക്ക് ചൊല്ലിക്കൊടുത്തു. ഇപ്പോൾ മേയറെ അഭിനന്ദിക്കുന്നതിനായി UDF കോൺഗ്രസ് നേതാക്കൾ ഈ ചേംബറിലെത്തി ഹാരാർപ്പണം നടത്തുന്നതും ബൊക്കകൾ കൈമാറുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അത് മേയർക്ക് പൊന്നാട അണിയിക്കുന്നു, കോൺഗ്രസിന്റെ ഹാരാർപ്പണം നടത്തുന്നതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനുള്ളത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷം അവർ അധികാരത്തിന് പുറത്തായിരുന്നു, പ്രതിപക്ഷത്തായിരുന്നു. ആ പ്രതിപക്ഷത്തിരുന്ന കാലങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് തൃശൂർ കോർപ്പറേഷന്റെ ഭരണം തിരികെ പിടിച്ച് അവർ അധികാരത്തിലെത്തുന്നു. നിജി ജസ്റ്റിനെ വിവാദങ്ങൾ കൂടെയുണ്ടെങ്കിൽ പോലും നിജി ജസ്റ്റിനെ തൃശൂരിന്റെ പുതിയ മേയറായി തെരഞ്ഞെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ വലിയ ഒരു ആഹ്ലാദ പ്രകടനവും ആവേശവും ഒക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനാകാം. മേയർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതടക്കമുള്ള ആളുകളെ നമുക്ക് കാണാനാകാം. ഏതായാലും വലിയ വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തിയ ഒരു മേയർ തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന കൗൺസിലറും വനിതാ നേതാവുമായ ലാലി ജെയിംസ് ഇന്ന് രാവിലെ മുതൽ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഈ ലാലിയുടെ കൂടി പിന്തുണ ഉറപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. വ്യക്തിപരമായി വോട്ടെടുപ്പിൽ ലാലി പിന്തുണച്ചു. പക്ഷേ ഇനി അറിയേണ്ടത് ലാലിക്കെതിരെ ഏത് തരത്തിൽ നടപടി ഇനി വരും എന്നതാണ്. കാരണം ഇത്രമാത്രം പരസ്യമായി ഒരു നേതാവ് പറഞ്ഞത് സമീപകാലത്തൊന്നും നമ്മുടെ മുന്നിലുള്ള, അതും അഖിലേന്ത്യാ തലത്തിൽ തന്നെ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് ഗ്രൂപ്പ് കളി എന്ന ആരോപണം ഉന്നയിച്ചത്. ലെവിൻ, ഇനി അറിയേണ്ടത് ലാലി ജെയിംസിനെതിരായ ഏതെങ്കിലും തരത്തിൽ സംഘടനാ നടപടി ഉണ്ടാകുമോ എന്നതാണ്. രുചിഷ്, തീർച്ചയായും സംഘടനാ നടപടി ഉറപ്പാണ്. അത് ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും? ഒരു സസ്പെൻഷനാണോ അതല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കലാണോ എന്നുള്ളതാണ് അറിയാനുള്ളത്. നിലവിൽ വൈകാരിക പ്രതികരണമാണെങ്കിലും അത് രാഷ്ട്രീയമായി കോൺഗ്രസിനെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിജയം നേടിയ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. അത് കാണാനായത് DCC പ്രസിഡന്റ് അടക്കം ആ നിലയിലുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. ശക്തമായ നടപടി ഉണ്ടാകും. സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച നടപടി വേഗത്തിൽ തന്നെ എടുക്കും. ഏതായാലും കോൺഗ്രസ്സുകാരിയായി താൻ തുടരുമെന്ന് തന്നെയാണ് ലാലി ജെയിംസ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ മേയറെ ഈ വിജയകിരീടം അണിയിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഒരു വശത്ത് അണിയിക്കുമ്പോൾ മറുവശത്ത് നിരാശയോടുകൂടി നോക്കിയിരിക്കുന്ന ലാലി ജെയിംസിനെ നമുക്ക് ഇവിടെ നിന്നും കാണാനാകും. ഏതായാലും വളരെ ആവേശകരമായി കോൺഗ്രസ് ഈ വിജയം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കൗൺസിലിന്റെ നാളിതുവരെയുള്ള ചട്ടങ്ങൾക്ക് എതിരായിട്ടുള്ള നടപടിയാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. എന്തായാലും ലാലി ജെയിംസിനെതിരായ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. ലെവിൻ, തുടരാം. രുചിഷ്, നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, കോൺഗ്രസ് പ്രവർത്തകർ വിജയകിരീടം നിയുക്ത മേയർ ജസ്റ്റിന്, നിജി ജസ്റ്റിന് അണിയിക്കുന്നു, ഷാളുകൾ അണിയിക്കുന്നവരുടെ ആഹ്ലാദം പങ്കിടുന്ന ദൃശ്യങ്ങളാണ്. മറുവശത്ത് ലാലി ജെയിംസിനെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അച്ചടക്ക നടപടി അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പാർട്ടി ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടി എടുത്താൽ അതിന് പ്രശ്നമല്ല, പരാതിയുമായി മുന്നിൽ പോകും. ഈ KC ഗ്രൂപ്പിന്റെ ആളുകളായിട്ടുള്ള 5 പേരല്ല തൃശ്ശൂരിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതേതെങ്കിലും ഒരു നടപടി ഉണ്ടെങ്കിൽ അതിനെ ഭയപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. മറുവശത്ത് അവർ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് 10 വർഷങ്ങളോളം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുകയും മുൻ മേയറായും ഡെപ്യൂട്ടി മേയറായും ഒക്കെ പ്രവർത്തിച്ച രാജൻ പല്ലനെതിരായിട്ടുള്ള ആരോപണമാണ്. രാജൻ പല്ലനാണ് ഇവിടെ പണം വാങ്ങിക്കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കൗൺസിലർമാർക്ക് ട്യൂഷൻ എടുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് രാജൻ പല്ലന്റെ ഭാഗത്ത് നടക്കുന്നത്. ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് തന്നെ ഒഴിവാക്കിയത്. ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി തൃശ്ശൂർ മേയറായാൽ രാജൻ പല്ലൻ എന്ന് പറയുന്ന
തൃശ്ശൂർ അതിരൂപത അംഗത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് തടസ്സമുണ്ടാകും. അതിനുവേണ്ടി തന്നെയാണ് തന്നെ ഒഴിവാക്കാനുള്ള എല്ലാ നീക്കവും നടന്നത്. പക്ഷേ രാജൻ പല്ലന്റെ നീക്കം വിജയിക്കാതായതോടുകൂടി തനിക്കെതിരെയുള്ള വ്യക്തിവൈരാഗ്യം കൂടി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ നിജി ജസ്റ്റിനെ പിന്തുണയ്ക്കുകയായിരുന്നു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് തനിക്കെതിരായ ഇത്തരമൊരു നീക്കം നടന്നത് എന്ന് തന്നെയാണ് ലാലി ജെയിംസ് ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകളും DCC നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി അറിവോടുകൂടിയാണ് അവർ നടപടി പ്രഖ്യാപിക്കുക. ഏതായാലും വേഗത്തിൽ വലിയ താമസമില്ലാതെ തന്നെ ആ നടപടിയിലേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. ഏതായാലും വിവാദങ്ങൾ തൃശ്ശൂർ കോർപ്പറേഷൻ സംബന്ധിച്ച് അവസാനിക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട്. രാജൻ പല്ലനുമായി ബന്ധപ്പെട്ടുകൊണ്ടും KC വേണുഗോപാൽ പക്ഷക്കാരായ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടും തനിക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള സൂചന അവർ പറഞ്ഞു വെക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ അവർ മുൻകൂട്ടി പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ കോൺഗ്രസിനുള്ളിൽ ഒട്ടേറെ വിവാദങ്ങൾ ഇനി കാത്തിരിക്കുന്നു. അതിനെല്ലാം കൂടി പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് മറികടന്ന് വേണം ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിനെ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം നേരിടേണ്ടത് എന്നുള്ള സൂചനകളടക്കം ഇതിനോടകം വന്നിട്ടുണ്ട്. കർശന നടപടി എന്നുള്ള നിലയിൽ ലാലിക്കെതിരെ അച്ചടക്ക നടപടിയും ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും തൃശ്ശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒരു സംഭവ ബഹുലമായി ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. തുടക്കത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പൂർത്തിയായി 33 സീറ്റുകളോടുകൂടി കോൺഗ്രസ് അധികാരം തിരികെ പിടിച്ചപ്പോൾ വിവാദങ്ങളൊന്നുമില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കും, മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ആദ്യം അതൊരു വിവാദമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൃത്യമായി മുന്നോട്ട് പോകുന്നു. മറുവശത്ത് ഏറ്റവും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ മേയർ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ തർക്കങ്ങൾ പിന്നീട് നിജി ജസ്റ്റിൻ എന്ന പേരിലേക്ക് എത്തുമ്പോൾ ആ തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. തൊട്ടടുത്ത ദിവസം മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വലിയ പ്രതികരണങ്ങളുമായി അല്ലെങ്കിൽ വിവാദകരമായ ആരോപണങ്ങളുമായി ലാലി ജെയിംസ് തന്നെ രംഗത്തെത്തുന്നു. ആ രംഗത്തെത്തിയ ലാലിക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് DCC നേതൃത്വം വരുന്നു. മുതിർന്ന നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ അദ്ദേഹം എല്ലാവരും പാർട്ടിക്ക് വിധേയരായിരിക്കണം, പാർട്ടി പ്രശ്നങ്ങളില്ലാതെ വിവാദങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് രാഷ്ട്രീയ ഗുരുവായ തേറമ്പിലിൻ്റെ വാക്കുകളെ കൂടി മറികടന്നുകൊണ്ടാണ് ലാലി രണ്ടാമതും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനുശേഷം രാജൻ പല്ലൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ എന്തായാലും സംസ്ഥാനത്ത് 6 കോർപ്പറേഷനിലും ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നു. 3 സ്ഥലത്ത് കാര്യങ്ങൾ മേയർമാർ അധികാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും 3 സ്ഥലത്ത് അറിയാനുണ്ട്. കൊച്ചിയിൽ VK മിനിമോൾ അധികാരത്തിൽ എത്തി. തൃശ്ശൂരിൽ ഇപ്പോൾ നിജി ജസ്റ്റിൻ അധികാരത്തിലേക്ക് എത്തി. P ഇന്ദിര കണ്ണൂരിൽ മേയറായി എത്തിയിരിക്കുന്നു. ഇനി മറ്റ് സ്ഥലങ്ങളിൽ കൂടി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ വോട്ടെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു.